ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആ നാടൻ കപ്പയും അതിൻ്റെ കൂടെ നമ്മുടെ വരാല് മീനും അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കപ്പയുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ കപ്പ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 3 വലിയ കപ്പയായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. കൊത്തി എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം, കാരണം ചെറിയ മണ്ണും പൊടിയൊക്കെ കാണും. അപ്പോൾ 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട, കൂടുതലിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം, അല്ലാതെ കുറച്ച് മതി. വേവിച്ചതിന് ചേർക്കാൻ വേണ്ടി കുറച്ച് മതി തേങ്ങ. അപ്പോൾ ഒരു ചെറിയ കപ്പ് നിറച്ചിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സിൻ്റെ പൗഡറോ ക്യുമിൻ സീഡ്സോ ആയിട്ട് ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് നമ്മൾ അരയ്ക്കുന്നതിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്, അതിൽ ഡയറക്റ്റ് ചേർക്കുന്നില്ല. 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയേ ഉള്ളൂ അരയ്ക്കാൻ. നമുക്കതൊന്ന് അരയ്ക്കാം, ഒരുപാട് അരഞ്ഞു പോകണ്ട, നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ വേവിക്കാൻ വെച്ചിട്ട് ബാക്കി പണികളിലേക്ക് കടന്നാൽ മതി. അപ്പോൾ ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ കപ്പ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ഓൺ ചെയ്തു. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചേക്കും കേട്ടോ, അല്ലെങ്കിൽ ഇതിന് കട്ടുണ്ടെന്ന് പറയില്ലേ, ചീനി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് കട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്, വെള്ളം വറ്റിച്ചിട്ടല്ല, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിറച്ച് വെള്ളം ഒഴിക്കുക, അത് നമുക്ക് കട്ട് കളയേണ്ടതാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, വേവട്ടെ. ആ ടൈമിൽ നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. കപ്പ എവിടെ നിന്ന് വേവട്ടെ, ആ ടൈമിൽ നമുക്ക് നമ്മുടെ വരാൽ മീനിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അപ്പോൾ 4 എണ്ണം അത്യാവശ്യം വലുപ്പമുള്ള 4 വരാലാണ് കൊണ്ടുവന്നപ്പോൾ ജീവനുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ചത്തതിന് ശേഷമാണ് ഞാൻ എടുത്തത്. അപ്പോൾ 4 എണ്ണം നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്, അത്യാവശ്യം സ്പൈസിയാണ്, കുറച്ച് എരിവ് കാണും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീനിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ നോക്കി, ഉപ്പുണ്ട്, നല്ല എരിവുണ്ട്, കുരുമുളക് പൊടിയുടെ നല്ല എരിവുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഇതിപ്പം ഇതിന് കുരുമുളകിൻ്റെ എരിവ് ഉള്ളത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചേർക്കുന്നു എന്നുള്ളൂ. മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർക്കാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മിക്സ് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് തേച്ച് വയ്ക്കാം. അപ്പോൾ ഇത് അരപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് ഇരിക്കുമ്പോൾ കുരുമുളകൊക്കെ നന്നായിട്ട് പിടിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി മീൻ ഫ്രൈ ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പ അവിടെ ഇരുന്ന് നന്നായിട്ട് വേവുന്നുണ്ട്, തിളച്ചു. ഞാനപ്പോൾ അടപ്പത്തിരി മാറ്റി വെച്ചു, ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ എന്ന് വെച്ചിട്ട് വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഷ് അങ്ങോട്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സാധനം എടുത്ത് അതിനകത്തിലോട്ട് വെക്കരുത്, കാരണം ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. കാരണം വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ മീനൊക്കെ അങ്ങോട്ട് വയ്ക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫിഷ് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം.
നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കൊണ്ടുവരാം. വെള്ളമൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കപ്പ. അപ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ കൂട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിയുള്ള ഒരു തവിയെങ്ങാനും എടുക്കണം, കാരണം നമുക്കിത് കുത്തി ഉടച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിയിൽ അങ്ങ് കുഴച്ചോണം, നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കി കറക്റ്റാണ്. ഉപ്പും എരിവും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം ചേർത്തോളൂ കേട്ടോ. കാരണം ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ, കാരണം വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ, പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വേണം, കൂടുതൽ വേണം. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കെടുത്ത് മാറ്റാം. അല്ല താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാം. അപ്പം ഞാനങ്ങനെ തൂവാറില്ല, കാരണം അതിൻ്റെ തന്നെ ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മീൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, അതും തീരാറായി. അപ്പോൾ ഇനി മീനിൻ്റെ അടുത്തോട്ട് പോവാം. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു, നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പ വേവിച്ചതും വരാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അതിൽ ആളെന്നുള്ള ഓപ്ഷൻ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്തിടുക. എങ്കിലേ ഞാനിനി നല്ല വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് മറക്കാതെ കാണാൻ പറ്റൂ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.